നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് മാറ്റം. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിൽ സാധാരണക്കാർ. 9 വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിമെതിച്ച സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് NK പ്രേമചന്ദ്രൻ MP. അധികാരത്തിൽ എത്താൻ ഇനിയും LDF സർക്കാരിന് കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണുള്ളതെന്നും MP. തിരുവോണനാളിലെ വീട് കയറി അക്രമം. സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. 2 സ്ത്രീകൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിൽ മാറ്റം. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ. സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. തിങ്കളാഴ്ച മുതലാണ് പുതിയ GST പരിഷ്കരണം നിലവിൽ വരുന്നത്. ഇരട്ട സ്ലാബ് GST പരിഷ്കരണമാണ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരിക. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ. പുതുക്കിയ GST സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വില കുറയും. ആരോഗ്യ ഇൻഷുറൻസിലെ നികുതി, ജീവൻ രക്ഷാ മരുന്നുകൾ, പനീർ, വെണ്ണ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ വസ്തുക്കൾക്ക് നികുതി ഇളവുണ്ട്. സിമന്റ്, മാർബിൾ എന്നിവയ്ക്ക് വില കുറയും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് പരിഷ്കരണം. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് നേരത്തെ ധനമന്ത്രി ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു. സിമന്റ്, ഓട്ടോമൊബൈൽ, ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് കേരളത്തിൽ 2500 കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേരളം ഉൾപ്പെടെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ആവശ്യങ്ങൾ തള്ളിയായിരുന്നു കേന്ദ്രത്തിന്റെ GST പരിഷ്കരണം. ന്യൂസ് ഡെസ്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കുണ്ടറ ആറുമുറിക്കടയിലായിരുന്നു അപകടം. ആളപായമില്ല. കുണ്ടറ ആറുമുറിക്കടയിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. ശബരിമല ദർശനം കഴിഞ്ഞ് കുണ്ടറ ഭാഗത്തേക്ക് പോകുമ്പോൾ ദേശീയപാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. പെരുമ്പഴ സ്വദേശികളായ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വിവിധ ചടങ്ങുകളോടെ മഹാസമാധി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ സമൂഹ പ്രാർത്ഥന, കഞ്ഞി, പായസ വിതരണം എന്നിവ നടന്നു. ഗുരുമന്ദിരങ്ങളിൽ പ്രത്യേക സമാധി ദിന ചടങ്ങുകൾ നടത്തി. ഓച്ചിറ മഠത്തിൽ കാരായ്മയിൽ സമാധി ദിനാചരണം നടന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് മഹാസമാധി ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുമന്ദിരങ്ങളിൽ പ്രത്യേക സമാധി ദിന ചടങ്ങുകൾ നടത്തി. സമൂഹ പ്രാർത്ഥന, അന്നദാനം എന്നിവയും നടന്നു. ഓച്ചിറ മഠത്തിൽ കാരായ്മ 188 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലും മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവ സുപ്രഭാതം, ഗുരുപുഷ്പാഞ്ജലി, ശാരദാ പുഷ്പാഞ്ജലി, ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി, ഗുരുദേവ കൃതികളുടെ ആലാപനം എന്നിവയോടെയായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ജപയജ്ഞത്തിന് കരുനാഗപ്പള്ളി SNDP യൂണിയൻ പ്രസിഡന്റ് K. സുശീലൻ ഭദ്രദീപം തെളിച്ചു. എല്ലാ ഭാഗത്തും സമൂലമായ ഒരു പരിവർത്തനം വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭൂതിയാണ് ഈ നാളിൽ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഗുരുവിൻ്റെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ. യൂണിയൻ സെക്രട്ടറി A. സോമരാജൻ, R. വിനോദ്, രാധിക ഉദയൻ, R. സുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരു നമുക്ക് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുവല്ലോ, ഗുരു തന്നല്ലാതെ നമുക്ക് യാതൊന്നും അറിയാവുന്നവരിൽ ഏറെ ഉള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഈ ഗുരുദേവ അനുഗ്രഹം നിലനിൽക്കുന്നതിന് മുന്നിൽ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
9 വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിമതിച്ച സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് NK പ്രേമചന്ദ്രൻ MP. അധികാരത്തിൽ തുടരാൻ ഇനിയും LDF സർക്കാരിന് കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണുള്ളതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് നിലനിൽക്കുന്നത്. അധികാരത്തിലേക്ക് ഇനിയും തിരിച്ചുവരാൻ LDFന് കഴിയില്ല. ഇത് CPMന് വ്യക്തമായി അറിയാം. ഇടതു സർക്കാരിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയ്യപ്പ സംഗമം പോലെയുള്ളവ. 9 വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിമതിച്ച സർക്കാരാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ചവറയിൽ ജില്ലാ പഞ്ചായത്ത് RSP പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ 9.5 വർഷക്കാലം ശബരിമല സന്നിധാനത്തോടും ശബരിമല വിശ്വാസത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവർ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് മല ചവിട്ടുന്നതിന് സകല പോലീസ് സംരക്ഷണവും കൊടുത്ത് വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർത്തെറിയുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവും ഭരണം തുടങ്ങി 9.5 വർഷം കഴിഞ്ഞ് 10ാം വർഷം കാലാവധി പൂർത്തീകരിക്കുന്നതിന് 6 മാസമുള്ളപ്പോഴാണ് 3000-ഓളം പ്രതിനിധികളെ വിളിച്ചു വരുത്തി ശബരിമല സന്നിധാനത്തിന്റെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വികസനത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നത്. വളരെ ലളിതമല്ലേ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക, ഭൂരിപക്ഷ ഹിന്ദുത്വ വികാരത്തെ ഉദ്ദീപിപ്പിക്കുക എന്നതിനപ്പുറത്ത് എന്ത് വിശ്വാസപരമായ താല്പര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? AM സാലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, K വേണുഗോപാൽ, CP സുധീഷ് കുമാർ, C ഉണ്ണികൃഷ്ണൻ, കോക്കാട്ട് റഹീം, വാഴയിൽ അസീസ്, സക്കീർ ഹുസൈൻ, D സുനിൽകുമാർ, I ജയലക്ഷ്മി, മുംതാസ്, സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളം മണ്ഡലത്തിൽ MLA അഗ്രഗാമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് U പ്രതിഭ MLA ആണ് അവാർഡുകൾ സമ്മാനിച്ചത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് MLA മെറിറ്റ് അവാർഡായ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചത്. ചിറ്റൂളങ്ങരയിൽ സംഘടിപ്പിച്ച പരിപാടി U പ്രതിഭ MLA പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരായി കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ല. സ്വന്തമായിട്ട് മനസ്സിലാക്കാതെ ലോകത്തുള്ള എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ പരിമിതികളെ അറിയാൻ കഴിയണം, എനിക്ക് എൻ്റെ പ്ലസ്സും അറിയാൻ കഴിയണം. എൻ്റെ പരിമിതികളെ അറിഞ്ഞാൽ ആ പരിമിതികളെ എനിക്ക് മറികടക്കാൻ കഴിയും. ഇപ്പം എന്തുകൊണ്ടാണ് സൂംബ ഡാൻസ് തരുന്ന സ്കൂളിൽ? സൂംബ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ. ഇപ്പം എന്തിനാ തരുന്ന മക്കളെ? നിങ്ങൾക്ക് ആരോഗ്യമില്ല. പുതിയ തലമുറയ്ക്ക് പലർക്കും ആരോഗ്യമില്ല, നല്ല ഭക്ഷണം കഴിക്കുന്നില്ല. ചിറ്റൂളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സിവിൽ സർവന്റും എഴുത്തുകാരനുമായ MP ലിബിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തിരുവോണനാളിലെ വീട് കയറി അക്രമം സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. 2 സ്ത്രീകൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. തിരുവോണനാളിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞ് വീട് കയറി അക്രമം നടത്തിയ കേസിലാണ് 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. ചവറ തോട്ടിനുവടക്ക് സ്വദേശികളായ വൃന്ദ, ജയശ്രീ, ബൈജു കല്ലുന്താഴം എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 8 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പടിഞ്ഞാറേക്കല്ലട വിളന്തറ ആദിത്യഭവനത്തിൽ നിന്നും ചവറ തോട്ടിനുവടക്ക് അജിത്ത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയായിരുന്നു അക്രമം. അക്രമത്തിൽ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. തോട്ടിനുവടക്ക് സ്വദേശികളായ അച്ചു വിജയൻ, മുഹമ്മദ് സാലിഹ്, അമീർ, ആദിത്യൻ, ആദികൃഷ്ണ, മനോജ്, വിഘ്നേഷ്, ബിച്ചു എന്നിവരെയായിരുന്നു നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീടിന് മുന്നിലൂടെ ബൈക്കിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറയുകയും ഇത് വിരുന്നിനെത്തിയ സുരേഷ് എന്നയാൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ കയറി സംഘം അക്രമം നടത്തുകയായിരുന്നു. സ്ത്രീകൾക്കുൾപ്പെടെ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. രാജ്യം പുരോഗതി കൈവരിക്കുന്നത് മനുഷ്യവിഭവശേഷി വർദ്ധിക്കുമ്പോഴാണെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് പൊൻതൂവൽ 2ാം ഘട്ട വിതരണ ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യവിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
കാലങ്ങൾ തൻ തീരും സൗമീന്യമേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനത്തോടെയാണ് പെരുമാറുന്നത്. വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡായ പൊൻതൂവൽ 2025 രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. But the most important development contributor is not highways, it's not airports, it's not buildings. Development depends on human development. So the most important contributor to the country's development is the human resource. KC വേണുഗോപാൽ MP അധ്യക്ഷത വഹിച്ചു. പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്ന, ക്യാമ്പസ് പകർന്നു തന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, സഹപാഠി ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവൃക്ഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന് നമുക്ക് പഠിക്കാൻ അവസരമുണ്ടായി. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാസയിലെ കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെടിഞ്ഞു മരിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യമായാലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണീരോടെ മരിച്ചു വീഴുന്ന ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ വിറങ്ങലിക്കുന്നു. അത് നൽകുന്നത് ആ വിറങ്ങലിപ്പ് നമുക്ക് നൽകിയത് എവിടെ വെച്ചാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാമ്പസ് പകർന്നു തന്ന മാനവികതയുടെ വലിയ മുഖം. CR മഹേഷ് MLA സ്വാഗതം പറഞ്ഞു. സംവിധായകൻ കമൽ, എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ, നടൻ ചന്തു സലിംകുമാർ, സാഹിത്യകാരി നിംന വിജയ്, മുഹമ്മദ് ഹനീഫ്, സുധീർ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. സത്യത്തിൽ പൊൻതൂവൽ എന്ന പേര് ഇത് മനോഹരമായ പേരാണ്. ഗോൾഡൻ ഫെദർ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഹൃദയത്തോട് ചേർത്തെടുക്കാൻ തോന്നുന്നത് നമ്മുടെ മലയാളം. ആ പേര് ഈ പരിപാടി KC വേണുഗോപാൽ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വലിയ ഒരു പൊൻതൂവലാണ് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ MLA ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയ 2006 തുടങ്ങിയ പരിപാടി അദ്ദേഹം പിന്നീട് MP ആയതിനു ശേഷം ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ പാർലമെൻ്ററി നിയോജകമണ്ഡലം മുഴുവൻ വ്യാപിപ്പിക്കുകയും ആലപ്പുഴയുടെ സമഗ്രമായ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയുടെ മികവിന് കൊടുക്കുന്ന അംഗീകാരമായി മാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. രാജ്യത്ത് പുതിയ GST പരിഷ്കരണം വരാനിരിക്കെ സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിലും മാറ്റം. GSTയിൽ മാറ്റം വരുന്നതോടെ സമ്മാന ഘടനയിലും മാറ്റം വരും. അതേസമയം ടിക്കറ്റ് വിലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST ഏർപ്പെടുത്തുക. GST കൂട്ടുന്നതിനായി സമ്മാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഏജന്റിന്റെ കമ്മീഷനും കുറയും. സാധാരണ ലോട്ടറിയുടെ ആകെ സമ്മാനങ്ങളിൽ 6500ഓളമാണ് കുറച്ചത്. ഇതോടെ സമ്മാനത്തുകയിൽ ആകെ 1 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ച മുതലാണ് പുതിയ GST നിരക്കുകൾ നിലവിൽ വരുന്നത്. നേരത്തെ 28% ലോട്ടറിയുടെ GST. ഇതാണ് 40% ഉയരുക. ടിക്കറ്റ് വില ഉയർത്താതെ തന്നെ GST നിരക്ക് വർധന നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും സംസ്ഥാന സർക്കാർ കുറച്ചത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിന്റെ വിലയിലും ആദ്യ സമ്മാനങ്ങളിലും മാറ്റമുണ്ടായിരിക്കില്ല. പക്ഷേ 5000 രൂപയുടെയും 1000 രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. നേരത്തെ സുവർണ കേരളം ടിക്കറ്റിൽ 21,600 പേർക്ക് 5000 രൂപയും 32,400 പേർക്ക് 1000 രൂപയും വീതം സമ്മാനങ്ങൾ ലഭിക്കുന്ന തരത്തിലായിരുന്നു ഘടന. ഇതാണ് കുറച്ചത്. ഇനി മുതൽ സുവർണ കേരളം ടിക്കറ്റിൽ 5000 രൂപയുടെ സമ്മാനങ്ങൾ 20,520 മാത്രമായിരിക്കും. 1000 രൂപയുടെ സമ്മാനങ്ങൾ 27,000 കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലാകെ സുവർണ കേരളത്തിൽ മാത്രം 6,480 ഭാഗ്യശാലികളുടെ കുറവാണ് വരാൻ പോകുന്നത്. സമ്മാനത്തുക കണക്കാക്കിയാൽ 1,08,00,000 രൂപയാണ് കുറയാൻ പോകുന്നത്. എന്നാൽ ടിക്കറ്റ് വില 50 രൂപയായി തന്നെ തുടരും. അതേസമയം ടിക്കറ്റ് വിൽപ്പന നടത്തിയാലും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കുമെങ്കിലും ആ കമ്മീഷനിലും കുറവ് വരുന്നുണ്ട്. സമ്മാനങ്ങൾക്കുള്ള പ്രൈസ് കമ്മീഷൻ 12% ഇതുവരെ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവാദങ്ങൾക്കിടെ അറ്റകുറ്റപ്പണികൾക്കായി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ രാത്രി 1 മണിയോടെയാണ് ചെന്നൈയിൽ നിന്നും തിരികെ എത്തിച്ചത്.
കോടതി അനുമതി ലഭിച്ച ശേഷമായിരിക്കും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുക. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി 1 മാസത്തിനു ശേഷമാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്ത് എത്തിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ ആജ്ഞയനുസരിച്ച് ശുദ്ധികലശം ചെയ്ത് പ്രത്യേക പൂജകളോടെയായിരിക്കും സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്ത് സ്ഥാപിക്കുക. അതേസമയം കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വിഷയത്തിൽ കോടതി ഇടപെടുകയും വിഷയം അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശബരിമലയിൽ നിന്നും 2019 കൊണ്ടുപോയ 42 കിലോ സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവന്നപ്പോൾ 4 കിലോയോളം കുറഞ്ഞതിലാണ് അന്വേഷണം. ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. റെയിൽവേ യാത്രയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റെയിൽ നീർക്കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം. 1 ലിറ്റർ വെള്ളത്തിന്റെ വില 14 രൂപയായി കുറച്ചു. തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ വരും. IRCTC വഴി വിതരണം ചെയ്യുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് കുറച്ചത്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വില 15-ൽ നിന്നും 14 കുറച്ചു. റെയിൽവേക്ക് പുറത്ത് 1 ലിറ്ററിന് 20 രൂപ വിലയിൽ വിൽക്കുന്ന വെള്ളമാണ് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിലും 14 രൂപയ്ക്ക് ലഭിക്കുക. 1/2 ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിന് 10 രൂപ എന്ന വില 9 രൂപയായും കുറച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിതരണം ചെയ്യുന്ന മറ്റ് ബ്രാൻഡുകളും പരമാവധി റെയിൽ നീരിന്റെ അതേ വില മാത്രമേ ഉപയോഗിക്കാവൂ എന്നും റെയിൽവേ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ 20 പ്ലാന്റുകൾ വഴിയാണ് രാജ്യത്തെ 410 റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും റെയിൽ നീർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പ്ലാന്റ് ഉള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 46.46 കോടി കുപ്പിവെള്ളമാണ് റെയിൽവേ വിൽപ്പന നടത്തിയത്. ഇതുവഴി 378.58 കോടിയുടെ വിറ്റുവരവാണ് നേടിയത്. ഇത് IRCTCയുടെ ആകെ വരുമാനത്തിന്റെ 8.10%. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കടപ്പാക്കടയിലാണ് സമ്മേളനം നടന്നത്. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അരീക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുക്തിബോധവും ശാസ്ത്രചിന്തയുമുള്ള ആളുകൾ നമുക്ക് ഒരു മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാലം മുന്നോട്ട് പോകുന്നത്. അരയിലൊടുപ്പിച്ച തോക്കുമായി റോന്തിച്ചിട്ടുന്ന ഫാസിസ്റ്റ് ഭീകരതയെ നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ, അതിനെതിരായിട്ട് വലിയ കവചം തീർക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ജീവിതം ജീവിതാഭാസമായിട്ട് മാറും. സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ പാണന്റെ കുലമറ്റ് കഴിഞ്ഞാൽ പാട്ട് പിന്നെ ആരും പാടുമെന്ന സച്ചിദാനന്ദന്റെ കവിതയിലെ വാചകം നമ്മളെയൊക്കെ തന്നെ ഇരുത്തി ചിന്തിക്കണം. സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവും അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സുധീഷ് ശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TR ശക്തിധരൻ, സംസ്ഥാന സെക്രട്ടറി ഷൂർനാട് ഗോപൻ, സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ത്രേസ്യ M. ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവോണനാളിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞ് വീട് കയറി അക്രമം നടത്തിയ കേസിലാണ് 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. ചവറ തോട്ടിനുവടക്ക് സ്വദേശികളായ വൃന്ദ, ജയശ്രീ, ബൈജു കല്ലുന്താഴം എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 8 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പടിഞ്ഞാറേക്കല്ലട വിളന്തറ ആദിത്യഭവനത്തിൽ നിന്നും ചവറ തോട്ടിനുവടക്ക് അജിത്ത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയായിരുന്നു അക്രമം. അക്രമത്തിൽ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. തോട്ടിനുവടക്ക് സ്വദേശികളായ അച്ചു വിജയൻ, മുഹമ്മദ് സാലിഹ്, അമീർ, ആദിത്യൻ, ആദികൃഷ്ണ, മനോജ്, വിഘ്നേഷ്, ബിച്ചു എന്നിവരെയായിരുന്നു നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീടിന് മുന്നിലൂടെ ബൈക്കിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറയുകയും ഇത് വിരുന്നിനെത്തിയ സുരേഷ് എന്നയാൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ കയറി സംഘം അക്രമം നടത്തുകയായിരുന്നു. സ്ത്രീകൾക്കുൾപ്പെടെ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് മാറ്റം. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിൽ സാധാരണക്കാർ. 9 വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിമെതിച്ച സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് NK പ്രേമചന്ദ്രൻ MP. അധികാരത്തിൽ എത്താൻ ഇനിയും LDF സർക്കാരിന് കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണുള്ളതെന്നും MP. തിരുവോണനാളിലെ വീട് കയറി അക്രമം. സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ.
2 സ്ത്രീകൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിൽ മാറ്റം. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ. സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.